വിദ്യാഭ്യാസം ആഡംബരമല്ല, മറിച്ച് അനിവാര്യതയാണെന്ന് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. വിദ്യാഭ്യാസത്തിനായി GDP-യുടെ 6% ബജറ്റ് വകയിരുത്തണം. സംഘർഷ സമയങ്ങളിൽ സർക്കാരിന്റെയും സൈന്യത്തിന്റെയും തീരുമാനങ്ങൾക്കൊപ്പം രാജ്യം ഉറച്ചു നിൽക്കണം. LGBT വിഭാഗങ്ങൾ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും സർസംഘചാലക് മുംബൈയിൽ വ്യക്തമാക്കി. डेमोक्रेसी में प्रोटेस्ट भी कॉन्सेंसस बनाने का एक तरीका है. लॉट ऑफ व्यूज कम टुगेदर एंड a consensus is evolved after discussion. That discussion may happen through dialogue. Due to various reasons, if that thing is not heard, agitation पर जा सकते हैं. लेकिन ये सब करना है to evolve the consensus, not to create divisions. अब जेएनजी की बात है तो अभी जो हुआ है ग्रीवेंस तो जेन्युइन है. भारत की शिक्षा में बहुत कुछ करने की आवश्यकता है, नहीं हो रहा है, इसलिए बात होती है. तो डायलॉग होना चाहिए. डायलॉग के बाद नहीं होता तो क्या करना, बात की बात. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് MS നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, RSS സർസംഘചാലക് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? സുരേഷ്, രാജ്യത്തെ ഏതാണ്ട് വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള 2000-ലധികം വിദ്യാർത്ഥികളെ, ജൻസികളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം നയപരമായ അതേപോലെ തന്നെ ഈ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കിയത്. അതിൽ വളരെ പ്രാധാന്യമുള്ള പല വിഷയങ്ങളും അദ്ദേഹം പ്രതിപാദിച്ചു എന്നുള്ളതാണ്. അതായത് രാഷ്ട്ര നിർമ്മാണം, വിദ്യാഭ്യാസം, പ്രകൃതി സംരക്ഷണം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കി എന്നുള്ളതാണ്. വിദ്യാഭ്യാസം എന്നുള്ളത് ഏവർക്കും അനിവാര്യമായ കാര്യമാണ് എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതേപോലെ തന്നെ GDP-യുടെ 6%, അതായത് ഈ മൊത്തം ബഡ്ജറ്റിൻ്റെ 6% വിദ്യാഭ്യാസ മേഖലയ്ക്കായി മാറ്റിവെക്കുന്നതിനെ അദ്ദേഹം പിന്തുണച്ചു. അത് മുൻപേയുള്ള കാഴ്ചപ്പാടാണ് എന്നുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിച്ചത്, ബജറ്റിൽ അല്ലെങ്കിൽ ബജറ്റിൽ തുക നീക്കിവെക്കുന്നതിനേക്കാൾ ഏറെ പ്രാധാന്യം ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് അത് സർക്കാർ ഏറ്റെടുക്കേണ്ട ഒരു വിഷയം മാത്രമല്ല, അത് സമൂഹം ഒന്നടങ്കം ഏറ്റെടുക്കേണ്ടതാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുകയുണ്ടായത്. മാത്രമല്ല, സർക്കാരും സമൂഹവും ഒന്നിച്ചുള്ള ഒരു ശരിയായ നടത്തിപ്പിക്കലാണ് ഈ വിദ്യാഭ്യാസ മേഖലയിൽ അനിവാര്യം എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഒപ്പം തന്നെ രാജ്യത്ത് നടന്ന പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ചും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ജനാധിപത്യപരമായ പ്രക്ഷോഭങ്ങളെ പൂർണ്ണമായും അതിനെ നിരോധിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായത്. എന്നാൽ പ്രതിഷേധങ്ങൾ അത് പൂർണ്ണമായും ഈ ഭരണഘടനയ്ക്ക് അനുകൂലമായി അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് വിധേയമായിട്ടാകണം എന്നുള്ളതും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. നിരോധനങ്ങളും വിലക്കുകളും ഒക്കെ തന്നെ കരിഞ്ചന്തയിലേക്കാണ് വഴി തുറക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായത്. മാത്രമല്ല, നിയമങ്ങൾ നിർമ്മിക്കുന്നതിനപ്പുറം മുൻ തലമുറക്കാർ അല്ലെങ്കിൽ പിന്മുറക്കാരും അതേപോലെ തന്നെ സമൂഹവും മാതൃകാപരമായി പെരുമാറുകയാണ് വേണ്ടത് എന്നുള്ളതും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഒപ്പം തന്നെ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെ സംബന്ധിച്ചും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. 100 വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നു. അതേപോലെ തന്നെ ചൈനയുമായി 2000 വർഷത്തിൻ്റെ ബന്ധമുണ്ട്. ഇതെല്ലാം കൂടുതൽ ഊട്ടിയുറപ്പിക്കണം എന്നുള്ളതാണ്. അതേസമയം ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ജനങ്ങൾ ഭാരതത്തിൻ്റെ സൈനിക വിഭാഗത്തോടൊപ്പം നിൽക്കണമെന്നുള്ള കാര്യവും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. സുരേഷ്, ഡൽഹിയിൽ നിന്നും MS നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.